الحمد لله المبدئ المعيد الغني الحميد ذي العفو الواسع والعقاب الشديد من هداه فهو السديد السعيد ومن أضله فهو الطريد البعيد ومن أرشده إلى سبل النجاة ووفقه فهو الرشيد يعلم ما ظهر وما بطن وما خفي وما علن وما هجن وما حسن وهو أقرب إلى الكل من حبل الوريد قسم الخلق قسمين وجعل لهم منزلتين فريق في الجنة وفريق في السعير إن ربك فعال لما يريد اللهم صل على محمد وعلى آل محمد الذي أدى الأمانة وبلغ الرسالة ونصح الأمة وكشف الله به الغمة ونحن على ذلك من الشاهدين إلى يوم نلقاه وقال تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون يا أيها الذين كفروا لا تعتذروا اليوم إنما تجزون ما كنتم تعملون صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي السلام عليكم ورحمة الله وبركاته അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏകദേശം 1 മണിക്കൂറോളം അമീർ നിങ്ങളുമായി സംവദിച്ചു. അമീറിന് വയ്യ, അമീറിന് സുഖമില്ല, അമീർ വലിയൊരു യാത്ര കഴിഞ്ഞ് വരികയാണെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരർത്ഥത്തിൽ പെടുത്തിയതാണ്. ഇവിടെ വന്നു നോക്കിയപ്പോൾ ഞാൻ ആകെ പ്രയാസപ്പെട്ടു. നിറസദസ്, അമീറിന്റെ മനോഹരമായ പ്രഭാഷണം, ഒരു കുഴപ്പമില്ലാത്ത ഒരാളെ കുറിച്ച് അങ്ങനൊന്നും പറയരുത്. അൽഹംദുലില്ലാ, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും ഈ മാർഗത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാ അർത്ഥത്തിലും അള്ളാഹു അദ്ദേഹത്തിന് അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എനിക്ക് സംഗതി എളുപ്പമായി. വളരെ കുറച്ച് മാത്രമേ ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നുള്ളൂ. ലിയോ ടോൾസ്റ്റോയ്ക്ക് ദി പവർ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, ഒരു കഥയുണ്ട്. ആ നോവൽ പറയുന്നത് നല്ലൊരു കുടുംബം, സമ്പന്ന കുടുംബം, ആ സമ്പന്ന കുടുംബം തകർന്നു നശിച്ചു പോയതിനെ കുറിച്ചാണ്. 3 കാരണങ്ങളാണ് ആ ഫാമിലിയുടെ തകർച്ചയ്ക്ക് അടിസ്ഥാന നിദാനം എന്നാണ് ടോൾസ്റ്റോയ് ആ നോവലിലൂടെ സമർത്ഥിക്കുന്നത്. 1 മദ്യമാണ്, 2 പലിശയാണ്, മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിതയുണ്ട്. പലിശപ്പട്ടിണി പടികേറുമ്പോൾ പുറകിലെ മാവിൽ കയറതു കാണാം. കെട്ടുതാലി പൊട്ടിച്ചു വലിച്ചെറിയുന്ന
മദ്യപാനിയായ ഭർത്താവിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. മൂന്നാമത്തെ കാരണം അമീർ വിശദീകരിച്ചു, സദാചാര ലംഘനമാണ്. വലാ മുത്തഖിദാത്തി അഖ്ദാൻ, രഹസ്യ ഇണകളെ നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് ഖുർആന്റെ കൽപ്പനയാണ്. വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും ഒരു കാലം, രഹസ്യ ഇണകളില്ലാത്തവരാര് എന്ന ചോദ്യം പ്രസക്തമായ ഒരു ഗുരുതരമായ കാലം. ആകെ വഴികേടിന്റെ വ്യതിചലനത്തിന്റെ ഒരു ലോകത്താണ് നമ്മളുള്ളത്. പണ്ട് ജോയിന്റ് ഫാമിലി സിസ്റ്റം ആയിരുന്നു, കൂട്ടുകുടുംബം. വീടെന്ന് പറഞ്ഞാൽ അതാണ്. വല്ലിപ്പയുണ്ടാകും, വല്യമ്മയുണ്ടാകും, ഉപ്പയുണ്ടാകും, ഉമ്മയുണ്ടാകും, ഭർത്താവുണ്ടാകും, ഭാര്യയുണ്ടാകും, മക്കളുണ്ടാകും, പേരക്കുട്ടികളുണ്ടാകും. ഇവരിൽ ആരാണ് ഏറ്റവും ഉയർന്നവൻ എന്ന ചോദ്യം അപ്രസക്തമാണ്. ഉപ്പ ഇല്ലെങ്കിൽ ആ വീട് ഇല്ല. ഉമ്മയില്ലെങ്കിൽ ഒരു ചൊല്ലുണ്ട്, ഉപ്പ പോയാൽ ചോറ് പോയി, ഉമ്മ പോയ എല്ലാം പോയിന്ന്. പല മക്കളും ഉമ്മയോട് മെക്കിട്ട് കയറാറുണ്ട്. പല മക്കളും ഉപ്പയെ തട്ടിക്കയറാറുണ്ട്. എൻ്റെ ഒരു അനുഭവം, മകൻ 10:30 മണിക്ക് മഴയിൽ ശരീരത്തിൽ വെള്ളം കുതിർന്ന് വസ്ത്രമാകെ നനഞ്ഞ് അവൻ നേരെ വീട്ടിലേക്ക് വന്നു. ഉമ്മറത്ത് വന്ന് അങ്ങോട്ട് കിടന്നു. ഉപ്പ പറഞ്ഞു, മോനെ പോയി ഡ്രസ്സൊക്കെ മാറ്റി ഭക്ഷണം കഴിക്കുന്നു. അവൻ കേട്ടില്ല. അവൻ പിന്നെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂർ അവൻ അവിടെ ഇരുന്നു, കിടന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അവൻ ഉള്ളിലേക്ക് വന്നു. ആ നനഞ്ഞ വസ്ത്രവുമായി അവൻ ഉള്ളിലേക്ക് വന്നു. നേരെ ഡൈനിങ് ടേബിളിൽ അവന് വെച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെയറിലിരുന്നു. ഇതൊരു സാങ്കല്പിക കഥയല്ല ഞാൻ പറയണത്. ഉപ്പ ചോദിച്ചു, നീ മനുഷ്യനാ കഴുതേന്നു. അവൻ +2 പഠിക്കുകയാണ്. ഉടനെ അവൻ എഴുന്നേറ്റ് ഈ പാത്രം വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഉപ്പയോട് ചോദിച്ചു, ഭക്ഷണം കഴിക്കണ സമയത്താണോ വൃത്തികേട് പറയണത് എന്ന്? എനിക്ക് ഭക്ഷണം വേണ്ട. ഉപ്പ ചോദിച്ചു, നിനക്ക് എന്റെ ഭക്ഷണം മാത്രമേ ആവശ്യമില്ലാത്തതുള്ളൂ? എന്റെ വീടാ ഇത്, ഞാൻ ഉണ്ടാക്കിയ വീടാ. എന്റെ കട്ടിലാ അത്, ഞാൻ ഉണ്ടാക്കിയ റൂമാ അത്. അതുകൊണ്ട് ഇന്നു മുതൽ നീ അവിടെ കിടക്കണ്ട, പുറത്തിറങ്ങിപ്പോയിക്കോ, എവിടെയെങ്കിലും താമസിച്ചോന്നു. അവൻ പറഞ്ഞ മറുപടി, അതെന്റെ മൗലികാവകാശമാണെന്ന്. ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ അവൻ പഠിച്ചിട്ടുണ്ട്. എന്താ ചെയ്യാ ഉപ്പ? എന്റെ കൗൺസിലിംഗ് സെന്ററിൽ ഈ ഉപ്പ മകനുമായിട്ട് വന്നു. ഉപ്പ ചോദിക്ക, ഞാൻ എന്തു ചെയ്യും? ഞാൻ അടിച്ചില്ല അവനെ, ഞാൻ അവനൊന്നും ചെയ്തില്ല, കാരണം ഞാൻ തരിച്ചുപോയി. അത്രയും കാലം ഞാൻ ഗൾഫിലായിരുന്നു. ഈ 3 ആൺമക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. പലർക്കും ആൺകുട്ടി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ്. പല വാപ്പാരുപ്പ പറയണ്ടാവും, റബ്ബ് എന്തിനെ കുരുത്തം കേട്ടോ എന്നെ തന്നത് എന്ന്. വല്ല പെൺകുട്ടികളാണെങ്കിൽ അടിച്ചാൽ തിരിച്ചെങ്കിലും അടിക്കില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ കാന ലഹു 3 ബനാത്ത്, ആർക്കെങ്കിലും 3 പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നല്ല രൂപത്തിൽ ആ പെൺകുട്ടികളെ ഭക്ഷണം നൽകുകയും അവർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുകയും അവരെ വസ്ത്രമുടുപ്പിക്കുകയും ചെയ്താൽ ഇല്ലാ കാന ലഹു ഹിജാബൻ മിനന്നാർ, ആ മോള്, ആ 3 പെൺമക്കൾ ആ ഉപ്പാക്കുമാക്കും സ്വർഗം വാങ്ങിച്ചു കൊടുക്കും, നരകത്തിൽ നിന്നുള്ള ഒരു മറയായി മാറും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞതിനു ശേഷം അറബികളിൽ 3 പെൺമക്കളുള്ള ആളുകൾ വരുമ്പോൾ മറ്റുള്ളവർക്ക് എഴുന്നേറ്റ് കൂത്തുന്നത് സ്വീകരിക്കുമെന്ന്, സ്വർഗാവകാശിയാണ് ഈ പോണത് എന്ന്. ഇന്നും നമ്മൾ എണീറ്റ് നിൽക്കും. എന്താണെന്നറിയോ? ഓ, വളരെ ദയനീയമാണ് ഇയാളുടെ അവസ്ഥ, 3 പെൺകുട്ടികളാണല്ലേ. ഏറ്റവും കൂടുതൽ ഇത് പരിഹസിക്കുക അമ്മായിയമ്മയാണ്. ഏറ്റവും കൂടുതൽ തന്റെ സഹോദരന്റെ ഭാര്യ പ്രസവിച്ചത് പെൺകുഞ്ഞാണെന്നറിയുമ്പോൾ അതിനെ കളിയാക്കുക, ഇൻഡയറക്റ്റായിട്ട് വേദനിപ്പിക്കുക നാത്തൂനാണ്. ഞാൻ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. ഇതിനൊന്നും ഓപ്പോസിറ്റ് പദം അമ്മ സംപോരെന്ന് കേട്ടിട്ടുണ്ടെങ്കില്, അളിയൻ പോരെന്ന് കേട്ടിട്ടുണ്ടെങ്കില്,
ഈ നോനിയും ഈ പരിഹാസവും ഈ കളിയാക്കലും വല്ലാത്ത വേദന ഉണ്ടാക്കും. വീടില്ലാത്തവനോട് വീടിനൊരു പേരിടാനും മക്കളില്ലാത്തവനോട് കുട്ടിക്കൊരു പേരിടാനും പറയവെ കൂട്ടുകാര അവ രണ്ടുമില്ലാത്തൊരുവന്റെ നെഞ്ചിലെത്തി നീ കണ്ടുവോ. അയ്യപ്പന്റേതാണ് ഈ കവിത. എന്റെ ഭാര്യ 8 വർഷത്തിനു ശേഷമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്. കുഞ്ഞില്ലാത്തതിന്റെ വേദന ഞാനും എന്റെ പ്രിയതമയും നന്നായി അനുഭവിച്ചിട്ടുണ്ട്. ഞാനൊരു മഹല്ല് ഖത്തീബാണ്. മഹലിൽ എല്ലാവരും എന്നെ ക്ഷണിക്കും. അവര് നിർബന്ധിച്ച് പറയും, ഭാര്യ ഇല്ലെങ്കിൽ നിങ്ങൾ വരണ്ടാന്ന്. അത്ര ഇഷ്ടമാണ് അവർക്ക്. പക്ഷേ അവൾ സമ്മതിക്കില്ല. ഒരു ദിവസം ഞാൻ നിർബന്ധിച്ചു. അവൾ എന്റെ വണ്ടിയിലിരുന്ന് പോയി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വരുമ്പോ കരയാണ്. ഇപ്പൊ എന്തേന്ന് ചോദിച്ചു. ഒന്നും വേണ്ടിയില്ല. നേരെ വീട്ടിൽ വന്നു, കമിഴ്ന്നങ്ങോട്ട് കിടന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി പറയൂ. അപ്പൊ അവൾ പറഞ്ഞു, താങ്കൾക്ക് തൃപ്തിയായില്ലേ, സമാധാനായില്ലേ, അത് മതി. ഞാൻ അപമാനിതയായാലും വേണ്ടില്ല, താങ്കളുടെ തൃപ്തിയാണല്ലോ വലുത്. നമ്മൾ ഭർത്താക്കന്മാർക്ക് അങ്ങനെ ഒരു സുപ്പീരിയോറിറ്റി, ഒരു കോംപ്ലക്സ് എല്ലാ വിഷയത്തിലുണ്ട്. ആ ഒരു പദവിയും നമുക്ക് തന്നിട്ടുണ്ട്. ഭാര്യ എന്ന് പറഞ്ഞാൽ ആ പദത്തിനർത്ഥം തന്നെ ഭരിക്കപ്പെടുന്നവൾ എന്നാണ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ എന്നാണ്. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ഒരാൾ ശ്രേഷ്ഠനാകണമെങ്കിൽ പെണ്ണുങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാളുടെ ശ്രേഷ്ഠത നിശ്ചയിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഭാര്യ മാത്രമല്ല, ലാ യഹാനു ഇല്ലാ ലഈം, പരമനിന്യനെ ഭാര്യയെ ഇൻസൾട്ട് ചെയ്യുകയുള്ളൂ. വല യുക്രം ഇല്ലാ കരീം, മാന്യന്മാർക്ക് മാത്രമേ പെണ്ണുങ്ങളോട് ഭാര്യയോട് മാന്യമായി പെരുമാറാൻ പറ്റൂ. പല ഈമാൻദാരികളും പല മുത്തക്കീങ്ങളും സ്വന്തം ഭാര്യയോട്, അപ്പുറത്തെ വീട്ടിലെ ഭാര്യയോട് വല്ലാത്ത സ്നേഹമാണ്. സെയിൽസ് ഗേളിനോട് ഭയങ്കര സംസാരമാണ്. സ്വന്തം ഭാര്യ വരുമ്പോൾ ഒരു പരുഷഭാവമാണ്. അവളോട് ചിരിക്കാൻ പറ്റണില്ല. അസ്സലാമു അലൈക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉനബ്ബിഉക്കും ബിശൈ, ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇദാ ഫഅൽതുമൂഹു തഹാബബതും, അത് പ്രാക്ടീസ് ചെയ്താൽ ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും മക്കളും എല്ലാവരും തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കും. അഫ്ശുസ്സലാമ ബൈനക്കും. യാ ഉനൈസ്, പൊന്നുമോനെ അനസേ, ഇദാ ദഖൽത അലാ അഹ്ലിക്, നീ വീട്ടിലേക്ക് കടക്കുമ്പോൾ ഫഖുൽ സലാമുൻ അലാ അഹ്ലിക്, വീട്ടുകാരോട് സലാം പറയുക. തകുൻ ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക്, നിനക്കത് ബർക്കത്താണ്, വീട്ടുകാർക്ക് മൊത്തം അത് ബർക്കത്താണ്. യാ അയ്യുഹല്ലദീന ആമനു, യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ, സത്യവിശ്വാസികളെ, നിങ്ങളൊരു വീട്ടിലേക്കും പ്രവേശിച്ചു പോകരുത്, വീട്ടുകാരുടെ അനുമതിയില്ലാതെ പ്രവേശിക്കരുത്, വീട്ടുകാരോട് സലാം പറയാതെ നിങ്ങൾ കടന്നു പോകരുത്. ഖുർആന്റെ കൽപ്പനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് ഒരു കുട്ടി കടന്നു വന്നു. സലാം പറയാതെ കടന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിയെ പുറത്താക്കി. എന്നിട്ട് പറഞ്ഞു, സലാം പറയൂ, അതിനുശേഷമേ ഈ വീട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. നമ്മുടെ മക്കളെ അങ്ങനെ പഠിപ്പിക്കണം. നമ്മൾ അദ്ദിബുഹു സബ്അൻ ലാഇബ് വലദക സബ്അൻ, 7 വയസ്സുവരെ കുട്ടികളെ നിങ്ങൾ അടിക്കരുത്. അവരുമായി കളിക്കുക, അവരുമായി ചിരിക്കുക. LKG UKG സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ, KG സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ 2 വയസ്സുള്ള കുട്ടികൾ, ഞാൻ തൃശ്ശൂർ ഒരു പരസ്യം കണ്ടതാണ്. 2 വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്ക് ഉള്ള സംവിധാനം. 2 വയസ്സുള്ള കുട്ടിയൊക്കെ ക്ലാസ്സിൽ കൊണ്ട് നിർത്തിയാൽ എന്തായിരിക്കും ആ കുട്ടിയുടെ അവസ്ഥ? മാനസികമായ സംഘർഷം. ഹിറ്റ്ലറുടെ മെയിൻ കാഫ് എന്ന് പറയുന്ന ആത്മകഥയുണ്ട്. തന്റെ അമ്മ മരിച്ച് 2ാം അമ്മയുടെ ക്രൂരതയിലാണ് ഞാൻ വളർന്നത്, ഹിറ്റ്ലർ പറയുന്നുണ്ട്. ആ ക്രൂരതയാണ് അയാളെ ലോകത്തേറ്റവും അപകടകാരിയാക്കി മാറ്റിയത്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ നിസ്സാരമായിട്ട് കരുതരുത്. അവർ നാളെയുടെ വീരപ്പന്മാരാണ്, അവർ നാളെയുടെ ഹിറ്റ്ലർമാരാണ്, മുസ്സോളിനിമാരാണ്. അക്രിമു ഔലാദക്കും,
മക്കളെ സ്നേഹിക്കുക മാത്രമല്ല അവരെ നിങ്ങൾ ബഹുമാനിക്കുക. ഭാര്യയെയും ഭർത്താവിനെയും മാതാപിതാക്കളെ ബഹുമാനിക്കണം നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷെ മക്കളെ ബഹുമാനിക്കണമെന്ന് പലർക്കും അറിയില്ല. മിണ്ടി അടിയാണ് കുട്ടിക്ക്. അല്ലാഹുവിന്റെ റസൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഹദൻ, ജീവിതത്തിൽ ഒരാളെയും, വലംറഅതൻ ഒരു പെണ്ണിനെയും, വല വലദൻ ഒരു കുട്ടിയെയും, ഒരു മൃഗത്തെയും അള്ളാഹുവിന്റെ റസൂൽ അടിച്ചിട്ടില്ല. അത് റസൂലിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയാം. ആ റസൂല് അടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള ധാരണ പലർക്കുണ്ട്. റസൂൽ അടിക്കാനല്ല പറഞ്ഞത് എന്ന് ഞാൻ പറയും. എന്താ റസൂൽ പറഞ്ഞത്? മുറു ഔലാദക്കും ബിസ്സലാഹ് വഹും അബ്നാഉ 7 സിനീൻ. 7 വയസ്സായാൽ മക്കളോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം. വൽരിബൂഹും അലൈഹാ വഹും അബ്നാഉ 10 സിനീൻ. 10 വയസ്സായി അടിക്കണം. ഓക്കെ, ആ പറഞ്ഞതിന്റെ പൊരുൾ അടിക്കണം എന്നല്ല എന്ന് ഞാൻ പറയും. 7 വയസ്സായ കുട്ടിയോട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോനെ സുബ്ഹി നിസ്കരിക്കണം എന്ന് പറയണം. നിസ്കരിച്ചില്ലെങ്കിൽ മിണ്ടരുത്. ളുഹർ സമയത്ത് മോനെ നിസ്കരിക്കുക എന്ന് പറഞ്ഞു. നിസ്കരിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യരുത്. അസറിന്റെ സമയത്ത് നിസ്കരിക്കാൻ പറഞ്ഞു. നിസ്കരിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. മഗ്രിബിന്റെ സമയത്തും ഇശായുടെ സമയത്തും പറഞ്ഞു. അവൻ ചെയ്തില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. പിറ്റേ ദിവസം അത് ചെയ്തു. 1 വർഷം കഴിഞ്ഞു, 8ാമത്തെ വയസ്സായി, ഇതുവരെ അവൻ അടിച്ചിട്ടില്ല. 5 വക്ത് അവനോട് പറയും. 9ാമത്തെ വയസ്സായി, 5 വക്ത് അവനോട് പറയും. 10ാമത്തെ വയസ്സായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം 7, 8, 9 3 വർഷം സുബ്ഹിക്കും ളുഹറിനും അസ്റിനും മഗ്രിബിനും ഇശാക്കും ഒരു ഉമ്മയും കുട്ടിയോട് നിസ്കരിക്കൂ എന്ന് പറഞ്ഞിട്ടും അവൻ നിസ്കരിച്ചില്ലെങ്കിൽ വേണമെങ്കിൽ അടിച്ചോ. അതതിന്റെ അർത്ഥം. നമ്മൾ പറയില്ലേ, അത് ഞാൻ ചെയ്തിരിക്കും, ഞാൻ ഇന്ന ആളാണെങ്കിൽ അത് ചെയ്തിരിക്കും, ഇല്ലെങ്കിൽ എന്റെ പേര് ആ ജീവി കിട്ടുമെന്ന് പറയും, അല്ലെങ്കിൽ ആ ജീവിയുടെ പേര് കിട്ടുമെന്ന് പറയും. ഇടാനാ നടന്നിരിക്കും. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മക്കൾ അടിക്കാനല്ല, അടിക്കരുതെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 3 വർഷം തുടർച്ചയായി, വലിയ സൈക്കോളജി അത്. 3 വർഷം തുടർച്ചയായി ഒരു കുട്ടിയോട് പറഞ്ഞിട്ട് അവൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അടിച്ചോന്ന് നമ്മൾ പറയാറില്ല. നമുക്ക് അശാസ്ത്രീയമാണ് നമ്മുടെ കുട്ടികളോടുള്ള പെരുമാറ്റം. അതുകൊണ്ടാണ് കുട്ടികൾ വയലന്റ് ആകുന്നത്. ഓക്സിറ്റോസിൻ, പാല് കൊടുക്കുന്ന സമയത്ത് പാലെന്ന അമൃതിനോടൊപ്പം കുഞ്ഞിലേക്ക് ഒരു സ്നേഹ ഹോർമോൺ കൂടി പോകുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഉമ്മമാർ ദേഷ്യം പിടിച്ച സമയത്ത് കുട്ടിക്ക് പാലൂട്ടരുതെന്ന. ദേഷ്യം പിടിച്ച സമയത്ത് കുട്ടിയെ പാലൂട്ടിയാൽ ആ കുട്ടി അപകടകാരിയായി മാറും, കുറുമ്പനായി മാറും, ബഹളക്കാരനായി മാറും. For every action there is an equal and opposite reaction. എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ ആയിരിക്കും ഇങ്ങോട്ട് കിട്ടുക. മക്കളോട് മാതാപിതാക്കൾ എങ്ങനെ പെരുമാറി തിരിച്ചു അങ്ങനെയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിൽ ഇരിക്കുകയാണ്. അറബികൾ പൊതുവെ നിലത്താണ് ഇരിക്കുക. അങ്ങനെ മടിയിലെ ആദ്യത്തെ കുട്ടി വന്നപ്പോൾ ആൺകുട്ടിയാണ് മടിയിലിരുത്തി. രണ്ടാമത് അയാളുടെ മോള് വന്നപ്പോൾ നിലത്തിരുത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് 2 മടിത്തട്ടില്ലേ, എന്തുകൊണ്ട് ആ കുട്ടിയെ അവിടെ ഇരുത്തിയില്ല? അറിയണം, ഈ കുട്ടികൾ മുതിർന്ന് വളർന്നു വന്നാൽ നിങ്ങളോട് നന്നായി പെരുമാറണമെങ്കിൽ നീ ഇപ്പോൾ അവരോട് നീതിയോടുകൂടി പെരുമാറണം. പല മാതാപിതാക്കളും മക്കൾക്ക് സ്വത്ത് വിഹിതം വെക്കുമ്പോൾ അനീതി കാണിക്കാറുണ്ട്. ഗുരുതരമാണ്. വസിയ്യത്ത് മൂലം ഒരാൾ പൂർണ്ണമായി അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചു മരിക്കാൻ സമയത്ത് വസിയ്യത്തിൽ പിഴവ് സംഭവിച്ചു, നരകത്തിൽ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് വസിയ്യത്തിന്റെ വിഷയത്തിൽ അനന്തരാവകാശികൾക്ക് അതില്ലാന്ന. പക്ഷേ ആ അർത്ഥത്തിലൊക്കെ പലരും ചെയ്യാറുണ്ട്. അനീതി അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല. അള്ളാഹു നീതിമാനാണ്. സ്വർഗം നീതി ചെയ്തവർക്ക് ഉള്ളതാണ്. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ശുദ്ധ ഹൃദയമുള്ളവർക്ക് മാത്രമേ സ്വർഗം ലഭിക്കൂ. വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കണം. മക്കളോട് നോക്കൂ, നിങ്ങൾ സൂറത്ത് യൂസുഫ് നിങ്ങൾ പരിശോധിക്കുക. യക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ ആയത്തിലെ ഒരു വചനമുണ്ട്, ഒരു പ്രയോഗമുണ്ട്. എന്താണെന്നറിയോ? ഇന്ന അബാനാ ലഫീ ളലാലിൻ മുബീൻ. മക്കൾ പറയാം, 12 മക്കൾ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അടക്കം യാക്കൂബ് നബിയുടെ. ആ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ മക്കളുടെ കമന്റ് ഖുർആൻ പറയണത് അത് ആയത്താണ്, അള്ളാഹുവിന്റെ വാക്യമാണ്. ഇന്ന അബാനാ ലഫീ ളലാലിൻ മുബീൻ, യാക്കൂബ് നബി വഴിപഴച്ചിരിക്കുന്നു. എന്തേ കാരണം? ഇന്ന യൂസുഫ അഹബ്ബ ഇലാ അബീനാ മിന്നാ വനഹ്നു ഉസ്ബ. യൂസുഫിനോട് വാപ്പാക്ക് വലിയ സ്നേഹം, നമ്മൾ വേറൊരു ടീം, നമ്മള് സെക്കൻഡറി. യൂസുഫിനോട് പ്രത്യേകമായൊരു അടുപ്പം. ഈ വാപ്പ വഴിപഴച്ചിരിക്കുന്നു. ഖുർആനിലായത്ത.
മക്കളോട് എല്ലാവരോടും തുല്യനിലയിൽ. മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നല്ല 5 ആൺമക്കളുണ്ട്, ഒരാൾ സമ്പന്നനാണ്, പാപ്പാക്കും മക്കാരോട് എനിക്ക് ഇഷ്ടം ഉറപ്പാണ്. ഇനി വേണ്ട, 5 ആൺമക്കളും കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. 5 വീട്ടിൽ നിന്ന് 5 പെണ്ണുങ്ങളെ കൊണ്ടുവന്നു. ഏത് പെൺകുട്ടിയോടായിരിക്കും, ഏത് മരുമകളോടായിരിക്കും ഈമാനുള്ള ഉണ്ടെന്ന് പറയുന്ന ഉപ്പാക്കും ഉമ്മാക്കും സ്നേഹം കൂടുക? എന്തായാലും ഉമ്മാടെ കാര്യം ഞാൻ പറയാം. ഉമ്മാക്ക് എന്തായാലും ഇഷ്ടമുണ്ടാവുക കൂടുതൽ മൊഞ്ചുള്ള, കൂടുതൽ പണം കൊണ്ടുവന്ന പെണ്ണിനോടായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസവ്വിജുൻ നിസാ ലിഹുസ്നിഹിന്ന, സൗന്ദര്യം കണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചു പോകരുത്. വലാ തസവ്വിജൂഹുന്ന ലിമാലിഹിന്ന, പണം കണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചു പോകരുത്. വലാ തസവ്വിജുൻ നിസാ ലിഹസബിഹിന്ന, തറവാട് മഹിമ നോക്കി നിങ്ങൾ കല്യാണം കഴിക്കരുത്. പലരും വിചാരിച്ചിട്ടുണ്ട് തറവാട് മഹിമ കുലൊക്കെ നോക്കണമെന്ന്. കുടുംബം നോക്കാൻ റസൂൽ പറഞ്ഞത്, തറവാട് നോക്കാനല്ല. അയാ ഫാഖിറൻ ബിന്നസബി കൈഫത്തഫാഖുറു വഅസ്ലുകുമു മിൻ ഖബ്ലു തിയം വനായരു വആശാരി മൂശാരി വമണ്ണാനു പറയരു. പൊന്നാനിയിലെ ഉമർക്കാദി പാടിയതാ. നിങ്ങൾ എന്തിനാ അങ്ങനെ അഹങ്കരിക്കുന്നത്? തറവാട് മഹിമ പറഞ്ഞെന്തിനാ അഹങ്കരിക്കുന്നത്? ആരായിരുന്നു നീ? നീ ആശാരിയായിരുന്നു, നീ മണ്ണാനായിരുന്നു, പറയനായിരുന്നു, മുളയനായിരുന്നു. അവിടുന്ന് കൺവെർട്ട് ചെയ്ത് വന്നല്ലേ നീ. ഇപ്പൊ നീ വലിയ വലിയ കത്ത് തറവാട്ടുകാരനായി. ഇപ്പോൾ നീ വലിയ 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 പേരുകൾ തറവാടിന്റെ പേരിൽ നീ അറിയപ്പെടുകയായി. ആ തറവാടിലൊന്നൊരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അമ്പലത്ത് വീട്ടിൽ നിന്ന് ഇടാൻ പാടില്ലല്ലോ. അമ്പലം നീയും തമ്മിൽ എന്താ ബന്ധം? അതൊക്കെ അവിടുന്ന് വരുമ്പോ കൊണ്ടുവന്നതാ. അതുകൊണ്ട് തറവാട് മഹിമ, എന്റെ സമുദായത്തിൽ 4 ജാഹിലിയ്യത്ത് അവശേഷിക്കും. അതിൽ ഒന്ന് അൽ ഫഖ്റു ബിൽ അഹ്സാബ്, തറവാടിന്റെ പേരിൽ അഭിമാനം നടിക്കുക എന്നതാണ്. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കുടുംബം നോക്കണം കല്യാണം കഴിക്കുമ്പോ. വാപ്പ എങ്ങനെയാണ്, ഉമ്മ എങ്ങനെയാണ്, നിസ്കരിക്കുന്നവരാണോ, ഈമാനുള്ളവരാണോ, അവരുടെ കൾച്ചർ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഈമാൻ, ദീൻ അത് പരിഗണിക്കാൻ, ദീൻ പരിഗണിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇല്ലെങ്കിലൊക്കെ വഴിപഴിച്ചിട്ടുണ്ട്. സൗന്ദര്യം നോക്കി കല്യാണം കഴിച്ചാൽ അവളെ സൗന്ദര്യം വഴിപഴപ്പിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാല നോക്കി കല്യാണം കഴിച്ചാൽ അവളെ ധിക്കാരിയാക്കി മാറ്റും. സമ്പത്തുള്ള പെൺകുട്ടികൾ നോക്കൂ നിങ്ങൾ, വലിയ ധിക്കാരിയായിരിക്കും. നാദാപുരത്തെ പെണ്ണുങ്ങളെ പോലെ ആയിരിക്കും, ഭയങ്കര ധിക്കാരായിരിക്കും. സമ്പത്ത് അപകടകരമാണ്. കല്യാണത്തിന്റെ കാര്യത്തിൽ അത് മാനദണ്ഡമാകരുത്. അത് മാനദണ്ഡമാക്കി കല്യാണം കഴിച്ചിട്ടുള്ളവരൊക്കെ പെട്ടുപോയിട്ടുണ്ട്. പുതിയ തലമുറ, ഞാൻ പറയും, പുതിയ തലമുറയ്ക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അപകടകരമായ മാതാപിതാക്കൾ നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്. പെൺകുട്ടികളോട് പറയും, നന്നായി പഠിച്ചോ. കല്യാണം കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് പറയാൻ പറ്റില്ല. സ്വന്തം കാലിൽ നിൽക്കണമെങ്കിൽ മിനിമം ഡിഗ്രി എങ്കിലും വേണമെന്ന്. ഗുരുതരമായ അപകടകരമായ ഒരു മെസ്സേജാണ് മാതാപിതാക്കൾ നൽകുന്നത്. ആ കുട്ടി എന്താ മനസ്സിലാക്കുക? എന്തിനാ അവൾ ഡിഗ്രി എടുത്തത്? എന്തിനാ അവൾ പഠിച്ചത്? ഇയാൾ മരിച്ചാൽ അല്ലെങ്കിൽ ഇയാൾ ഡൈവോഴ്സ് ചെയ്താൽ എനിക്ക് ജോലി വേണം. ഈ ചിന്തയോടുകൂടിയാ കല്യാണം കഴിക്കേണ്ടത്. എത്ര അപകടകരമാണ് ആ വിവാഹം. മാധവേട്ടന്റെ മോള് കാവ്യയും മോഹൻദാസിന്റെ മോള് മമതയും വാര്യരുടെ മോള് മഞ്ജു ഒക്കെ ലോകത്തെ പഠിപ്പിക്കുന്ന, പുതിയ തലമുറയെ പഠിപ്പിക്കുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. ബോൾഡ് ആവണം. നമ്മളങ്ങനെ ആണുങ്ങൾക്ക് വഴങ്ങാൻ പാടില്ല. പുതിയ തലമുറ അങ്ങനെയാ. ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്, MBA കഴിഞ്ഞിട്ടുണ്ട്, ബിടെക്കോ എംടെക്കോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ല, എങ്ങനെ ഒരു അമ്മായിയമ്മയോട് പെരുമാറണമെന്നറിയില്ല, ഹോം മാനേജ്മെന്റ് എങ്ങനെയാണെന്നറിയില്ല, എങ്ങനെ നടക്കണമെന്നറിയില്ല, എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല. ടോൺ വളരെ പ്രധാനമാണ്, സംസാരം വളരെ പ്രധാനമാണ്. ഖുർആൻ വളരെ ഗൗരവത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. എങ്ങനെ സംസാരിക്കണം, ടോൺ വളരെ പ്രധാനമാണ്. ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ ഒരേ കാര്യം തന്നെ. ഇപ്പൊ സൗകര്യമില്ല, ഒരു ഉദാഹരണം, സൗകര്യമില്ല എന്നൊരു പദം. നിങ്ങൾ എന്നെ കല്യാണത്തിന് ക്ഷണിച്ചു, ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സൗകര്യമില്ല. എന്താ അതിന്റെ അർത്ഥം? പോടോടുന്ന് മോളെ കല്യാണം പറയാൻ വേണ്ടി വന്നിരിക്കണു അല്ലേ? കുറച്ച് സൗണ്ട് കുറച്ച് പറഞ്ഞു നോക്കൂ, വോയിസ് കുറച്ച് പറഞ്ഞു നോക്കൂ. എനിക്ക് സൗകര്യമില്ല, റിക്വസ്റ്റ് ആണത്, പല പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഒരേ വാക്കിന്റെ ടോൺ വേരിയേഷൻ അപകടം ഉണ്ടാക്കും. ഇനി വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ എന്റെ ഭാര്യയെ തല്ലിയിട്ടില്ല. എന്താർത്ഥം? ഞാൻ തല്ലിയിട്ടില്ല. നാട്ടുകാർ കൈവച്ചിട്ടുണ്ടാവും. ഞാൻ എന്റെ ഭാര്യയെ തല്ലിയിട്ടില്ല. എന്താർത്ഥം? എന്റെ ഭാര്യയല്ല ഞാൻ തല്ലിയത്, വേറെ ഭാര്യയാണ്. ഞാൻ എന്റെ ഭാര്യയെ
തല്ലിയിട്ടില്ല. അർത്ഥം എന്തായി? ഉമ്മാനെയാണ് തല്ലിയത്. ഞാൻ എന്റെ ഭാര്യയെ തല്ലിയിട്ടില്ല, ചവിട്ടിയിട്ടേ ഉള്ളൂ. നോക്കൂ നിങ്ങൾ, ഒരേ സെന്റൻസ് അതിന്റെ ടോൺ മാറുമ്പോൾ അർത്ഥം മാറുന്നു. ഇതാ പ്രശ്നം. ഭാര്യ ഭർത്തൃ ജീവിതത്തിലുണ്ടാകുന്ന മുഴു പ്രശ്നങ്ങളുടെയും അല്ലെങ്കിൽ ഭൂരിപക്ഷം പ്രശ്നങ്ങളുടെയും കാരണം ഈ സ്വരത്തിന്റെ വ്യതിചലനമാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വഗ്ളുൽ മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. സൗണ്ട് താഴ്ത്തുക, ശബ്ദം താഴ്ത്തുക. സൗണ്ട് പൊല്യൂഷനാണ് 90% ഒരു വീട്ടിലെ പ്രശ്നത്തിന്റെ കാരണം. ശബ്ദം താഴ്ത്തുക, മെല്ലെ പറയുക. ഉമ്മ കുട്ടിയെ ഉപദേശിക്കും. എന്താണെന്നറിയോ? മെല്ലെ പറയാൻ ഉപദേശിക്കുന്നത് ഉറക്കെയാണ്. നിനക്കൊന്ന് മെല്ലെ പറഞ്ഞൂടെ? നോക്കൂ നിങ്ങൾ, ഉമ്മ ഉപദേശിക്കാൻ അർഹയല്ല. കുട്ടിയോട്, കുട്ടി ഉപ്പയുടെ അടുത്ത്, ഉപ്പ എന്നെ സ്റ്റുപ്പിഡ് എന്ന് വിളിച്ചു അയൽവാസി. അത് സാരൊന്നുമില്ല മോൻ, സ്റ്റുപ്പിഡൊന്നല്ല. ഉപ്പ വലിയ തിരക്കിലാണ്. വീണ്ടും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ടീച്ചർ എന്നെ സ്റ്റുപ്പിഡ് എന്ന് വിളിച്ചല്ലോ. ഇല്ല മോനെ, നീ സ്റ്റുപ്പിഡ് ഒന്നല്ല, നീ വളരെ ഇന്റലിജന്റ് ആണ്, നീ പൊയ്ക്കോളൂ കേട്ടാ, ഉപ്പാക്കോടെ അല്പം പണിയുണ്ട്. കുട്ടി പോണില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഇക്ക എന്നെ സ്റ്റുപ്പിഡ് എന്ന് വിളിച്ചല്ലോ. അപ്പോഴേക്കും വാപ്പാക്ക് കലി വരാൻ തുടങ്ങി. മോനെ ഞാൻ പറഞ്ഞില്ലേ, അവര് വിളിച്ചോട്ടെ, നീ സ്റ്റുപ്പിഡല്ല, നീ വളരെ ബ്രൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ അപ്പുറത്തെ വീട്ടിൽ ഇക്ക എന്നെ സ്റ്റുപ്പിഡ് എന്ന് വിളിച്ചല്ലോ. അപ്പൊ വാപ്പാടെ പ്രതികരണം, സ്റ്റുപ്പിഡ്, ഐ ഓൾറെഡി ടോൾഡ് യു, യു ആർ നോട്ട് എ സ്റ്റുപ്പിഡ്. എടാ വിഡ്ഢി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ വിഡ്ഢിയല്ലെന്ന്. ഇങ്ങനെ വളർത്താൻ വളരണം എന്നാണ്. ഞാൻ നോക്കൂ നിങ്ങൾ, കോഴിയെ വളർത്താൻ അവിടെ പരിശീലന കേന്ദ്രമുണ്ട്, പട്ടിയെ വളർത്തണമെങ്കിൽ പരിശീലന കേന്ദ്രമുണ്ട്, പശുവിനെ വളർത്തണമെങ്കിൽ പരിശീലന കേന്ദ്രമുണ്ട്. ഒരു പെണ്ണിനും അങ്ങനെ ഞാൻ പറയില്ല, മഹാഭൂരിപക്ഷം പെണ്ണുങ്ങൾക്കും എങ്ങനെയാണ് കുട്ടിയെ പോറ്റേണ്ടത് എന്നറിയില്ല, വളർത്തേണ്ടത് എന്നറിയില്ല. എല്ലാ അബദ്ധങ്ങളും അലുമ്മു മദ്റസത്തുൻ ഇദാ അദത്തഹ, ഉമ്മ മദ്രസയാണ്, ആദ്യത്തെ പള്ളിക്കൂടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും നല്ല കുട്ടികളാണ്. ഫഅബവാഹു, ഒരു വാപ്പയും ഉമ്മയുമാണ് ആ കുട്ടികളെ നശിപ്പിക്കുന്നത്, വ്യതിചലിപ്പിക്കുന്നത്. എല്ലാ മക്കളെയും വ്യതിചലിപ്പിച്ചത് വാപ്പയാണെന്ന്. ഇപ്പൊ എന്റെ മോൻ കുരുത്തം കെട്ടുപോയാൽ അപ്പോൾ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനോ? ഒരു സംശയമില്ല, ഉമ്മ നശിപ്പിച്ചതാണ്. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം നല്ല മനുഷ്യനായിരുന്നു, ബട്ട് ഭാര്യ മോശക്കാരിയായിരുന്നു. ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം നല്ല മനുഷ്യനായിരുന്നു, പ്രവാചകനായിരുന്നു, ബട്ട് ഭാര്യ കാഫിറായിരുന്നു. ഭാര്യയുടെ കയ്യിലാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ വളരുന്നത്. സ്വാഭാവികമാണ് വ്യതിചലിച്ചതിന്റെ കാരണം ഉപ്പയോ ഉമ്മയോ ആണ്. മാ ഖദ്ദമു വ ആഥാറഹും, നിങ്ങൾ ഇവിടെ വെച്ച് ചെയ്തതിന് മാത്രമല്ല അള്ളാഹു പരലോകത്ത് ശിക്ഷിക്കുക, ആധാറിനും ശിക്ഷയുണ്ടാകുമെന്ന് സൂറത്ത് യാസീൻ. എന്താ ആധാർ? ഉദാഹരണം, ഇപ്പോൾ പലർക്കും പേരിടുമല്ലോ നമ്മൾ. ഒരാൾക്ക് ഒരു ഞങ്ങളുടെ നാട്ടിൽ ഒരാളുടെ ഒരു കുടുംബത്തെ വിളിക്കുക സാമ്പാർ എന്നാണ്. സാമ്പാർ നാസർ, പൂച്ച മുഹമ്മദ്, ആന സാറ, ആകാശവാണി ആമിന, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ഈ സാമ്പാർ എന്ന് വന്നത് എന്താണെന്നറിയാമോ? അവര് സാമ്പാർ വളമ്പിക്കൊണ്ടിരിക്കുന്ന കല്യാണത്തിന്. അപ്പൊ ഒരുത്തൻ വിളിച്ചില്ല, എടാ സാമ്പാറെ അല്പം സാമ്പാർ താന്ന്. അവൻ പറഞ്ഞുള്ളൂ, അത് അവിടെ നിലനിന്നു. അവൻ മരിച്ചുപോയി, ഇപ്പോഴും അവന് ആ ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇതാണ് ആധാർ. ഇങ്ങനെ മക്കളെ വ്യതിചലിപ്പിച്ചതിന്റെ ഒരിക്കൽ പോലും കുട്ടിയോട് തലോടിയിട്ട് മോനെ നിസ്കരിക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. أم كنتم شهداء إذ حضر يعقوب الموت. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മരിക്കാൻ കിടക്കുകയാണ്. കട്ടിലിന്റെ ചുറ്റുഭാഗവും മക്കളെ വിളിച്ചു. എന്നിട്ട് മക്കളോട് ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി, മക്കളെ ഞാൻ മരിച്ചു പോവാണ്, വാപ്പ മരിക്കാൻ പോവാണ്. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ആരെയാണ് നിങ്ങളെ ഇബാദത്ത് ചെയ്യുക? ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ. വാപ്പ ധൈര്യമായി യാത്രയായി കൊള്ളുക, അങ്ങയുടെ പ്രപിതാക്കളുടെ ഇസ്ഹാഖ്, ഇബ്രാഹിം, യാക്കൂബ്, എല്ലാ അർത്ഥത്തിലും അവർ ഇബാദത്ത് ചെയ്ത ഏകനായ അള്ളാഹുവിനെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യൂ. എപ്പോഴെങ്കിലും നമ്മൾ മക്കളോട് ചോദിച്ചിട്ടുണ്ടോ, മോനെ നീ ആരെയാണ് ഇബാദത്ത് ചെയ്യുക? എന്റെ കാലശേഷം
ഇനി നിങ്ങൾ നോക്കൂ, ലുക്മാൻ, ഒരു അധ്യായത്തിന്റെ നാമം ലുക്മാൻ. അതില് ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം ഉപദേശിക്കുന്ന ഉപദേശം, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലളുൽമുൻ അലീം. ശിർക്ക് ചെയ്യരുത്. ഇത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന. നമ്മളൊന്ന് ജീവിതത്തിൽ ഒരിക്കലും മക്കൾക്ക് വേണ്ടി ആ പ്രാർത്ഥന നടത്താൻ സാധ്യതയില്ല. വജ്നുബ്നി വബനിയ അൻ അഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, എന്നെയും എന്റെ മക്കളെയും സ്വനമുകളെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരിൽ പെടുത്തരുതേ. വജ്നുബ്നി, എന്നെ രക്ഷപ്പെടുത്തേണമേ, എന്നെ അകറ്റേണമേ. നമുക്കാർക്കെങ്കിലും അങ്ങനെ സംശയമുണ്ടോ? ഞാൻ അങ്ങനെ ശിർക്ക് ചെയ്യും, വ്യതിചരിക്കും? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, വളരെ ഗൗരവത്തിൽ. ഇത്തഖിഹാദ ശിർക്ക്, ഈ ശിർക്കിനെ വളരെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നഹാ അഖ്ഫാ മിൻ ദബീബിൻ നംൽ, ഉറുമ്പിന്റെ കാലിനേക്കാൾ ചെറുതാണ് ശിർക്ക്. പെട്ടെന്ന് മനസ്സിലാവില്ല. നിങ്ങൾ ആകെ ബിംബത്തിന്റെ മുന്നിൽ തലകുനിക്കൽ മാത്രമാണ് ശിർക്ക് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അർറിയാ ശിർക്ക് അൽ അസ്ഗർ, ലോകമാന്യം, നാലാള് കാണണം, അറിയണം. ചില ആളുകൾ അങ്ങനെയുണ്ട്, എന്തെങ്കിലും സ്വതക്ക ചെയ്താൽ വിളിച്ചു പറയും. ഇപ്പൊ ഇവിടെ പ്രോഗ്രാം നടത്തിയില്ലേ, ഇനി പ്രോഗ്രാം വിജയിച്ച പറയും, അതെ ഞാനാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്, ഞാനാണ് അമീറിനോട് വരാൻ പറഞ്ഞത്, ഞാനാണത് അങ്ങനെ ചെയ്തത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ, നിങ്ങൾ നൽകിയത് നിങ്ങൾ വെറുതെ ബാത്തിലാക്കരുത്. അത് എടുത്തു പറഞ്ഞുകൊണ്ട് ഖൗലും മഅറൂഫുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ. നല്ല വാക്ക് പറയുക, സ്വതക്ക ചെയ്തില്ലെങ്കിലും അൽഹംദുലില്ലാ, അതാണ് ഖൈർ. ഇത് കൊടുത്തിട്ട് വിളിച്ചു പറയരുത് എന്ന് വിശുദ്ധ ഖുർആൻ. പലരുടെയും സ്വഭാവം അത്. ഭാര്യ പറയും, എന്തിനാ ഞാൻ ജീവിക്കണത്, എന്തൊക്കെ ഞാൻ ചെയ്തു തന്നു, കുറ്റം മാത്രം ബാക്കി. ഭാര്യ ആർക്കു വേണ്ടിയാണ് ചെയ്തത്? അള്ളാഹുവിന് വേണ്ടി പണിയെടുത്ത പെണ്ണാണെങ്കിൽ, അള്ളാഹുവിന് വേണ്ടിയാണ് അവൾ ചെയ്തതെങ്കിൽ, എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ഒരു വാക്കുണ്ട്, ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. നിങ്ങളുടെ ആരുടെയും പ്രതിഫലം എനിക്ക് വേണ്ട, നിങ്ങളുടെ ആരുടെയും നന്ദി വാക്കും എനിക്ക് വേണ്ട. ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? എന്തൊക്കെ ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ചെയ്തു, അവസാനതല്ലേ കിട്ടിയത്, അതുകൊണ്ട് പണി നിർത്താൻ പോവാണ്. അങ്ങനെ പറയരുത്. ഭർത്താവ് ഭാര്യയ്ക്കു വേണ്ടിയല്ല ജീവിക്കേണ്ടത്, അള്ളാഹുവിന് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. ചില ഭാര്യമാര് പറയും, നിങ്ങൾ എന്റെ മാത്രാണെന്ന്. അങ്ങനെ നമ്മളോട് ആരെങ്കിലും പറഞ്ഞാൽ പറയണം, ഞാൻ നിന്റെ മാത്രല്ല എന്ന് പറയാൻ നമുക്ക് കഴിയണം. ഞാൻ നിന്റെ മാത്രല്ല എന്ന് പറയാൻ കഴിയണം. ഭർത്താവ് മരണപ്പെട്ടാൽ മാത്രമേ 4 മാസവും 10 ദിവസവും ഇദ്ദാചരിക്കാൻ പറഞ്ഞത്. വേറെ പല കാരണങ്ങളുണ്ട്. ഭാര്യ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ, ഉപ്പ മരിച്ചാൽ, മക്കൾ മരിച്ചാൽ 3 ദിവസം. 4ാമത്തെ ദിവസം ദുഃഖിച്ചിരുന്നാൽ അള്ളാഹുവിനോടുള്ള ധിക്കാരമാണത്. എല്ലാ ബന്ധങ്ങളും വിട പറയും. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം മാത്രമേ അവശേഷിക്കൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റുബ്ബു ഔലാദക്കും ലിസമാനിൻ ഗൈറ സമാനിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ കാലമല്ല, ഇനി വരാനുള്ള ഒരു കാലത്തിന് വേണ്ടി നിങ്ങൾ മക്കളെ വളർത്തുക. യകൂനു ഹലാക്കു റജുലിൻ ബിവലദിഹാ ഔ സൗജിഹാ. ഉപ്പയുടെ, ഉമ്മയുടെ, മാതാപിതാക്കളുടെ നാശം മക്കളുടെ കൈക്കൊണ്ടാകും, അല്ലെങ്കിൽ ഇണയുടെ കൈക്കൊണ്ടാകും. എത്രയോ ഭർത്താക്കന്മാർ ഭാര്യയെ വെട്ടിക്കൊന്നിട്ടുണ്ട്. എത്രയോ മക്കൾ പിതാവിനെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ആ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഗൗരവത്തിൽ നമ്മളതിനെ ചിന്തിക്കേണ്ടതുണ്ട്. മക്കളോടുള്ള പെരുമാറ്റം, ഭാര്യയോടുള്ള പെരുമാറ്റം ഏറ്റവും മാന്യമായിട്ടായിരിക്കണം ഭാര്യയോട് പെരുമാറേണ്ടത്. ഒരു നല്ല വാക്ക്, ഒരു പുഞ്ചിരി. പലരും കടന്നു വരുമ്പോൾ, വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ പുഞ്ചിരിക്കാറില്ല. അതിന് കാരണം പറയണത് ഈമാൻ നിറഞ്ഞിട്ടാന്ന്. എനിക്ക് മനസ്സിലായിട്ടില്ല അത്. മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാ മുതബസ്സിമ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ 10 വർഷം ഖാദിമായിട്ടുണ്ടായിരുന്നു. ആ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം ഞാൻ കണ്ടിട്ടില്ല.
ജീവിതത്തിൽ ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെഞ്ചുണ്ടുകളിൽ പുഞ്ചിരിയില്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല. മാ റഅയ്തു, ഒരിക്കലും കണ്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാ മുതബസ്സിമ, പുഞ്ചിരിച്ചുകൊണ്ടല്ലാതെ. നമ്മുടെ പല മക്കളും ഭാര്യയും ഭർത്താവിനെ കുറിച്ച് പറയാം, ജീവിതത്തിൽ ആ മനുഷ്യൻ ചിരിക്കണ ഞാൻ കണ്ടിട്ടില്ല എന്നാ, അല്ലേ? കാരണം ഈമാൻ നിറഞ്ഞിട്ട് പള്ളിയിൽ നിന്നാ വരണത്, ഈമാനൊക്കെ കൂടി ഇങ്ങനെ കയറ്റി വെച്ചിട്ടാ വരണത്. അബൂജഹൽ കടന്നു വന്ന പോലെ വീട്ടിലേക്ക്. ആകെ പ്രശ്ന. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ഓടുന്നു. ആദ്യത്തെ ഓട്ടപ്പന്ത്